നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകരാജ്യങ്ങൾ ഭയപ്പാടിന് നടുവിലാണ്. ഖത്തറിനും പിടിച്ചു നിർത്താനാകാത്ത വിധം വൈരാഗ്യ ബുദ്ധിയിലാണിപ്പോൾ ഹമാസ് പെരുമാറുന്നത്. മധ്യസ്ഥത വഹിക്കൽ ഇനി ഖത്തറിനും അത്ര എളുപ്പമാകില്ല. നെതന്യാഹുവിന്റെ മകനെ തീർക്കുമെന്ന് ഹമാസ് വെല്ലുവിളിച്ചതോടെ IDFും ഇരച്ചിറങ്ങിയിരിക്കുകയാണ്. ഒപ്പം നിൽക്കുന്ന അമേരിക്കയെ പോലും വെട്ടിലാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഗാസയിൽ ഇസ്രയേൽ യുദ്ധം മുന്നോട്ട് പോകുന്നത്. ഇസ്രയേലിന്റെ കണക്കുകൂട്ടലുകൾ ചിലയിടത്ത് പിഴയ്ക്കുന്ന അവസ്ഥയും ഉണ്ട്. ഈദ് ദിനത്തിൽ നമസ്കാരം കഴിഞ്ഞ് ഉറ്റവരെ കാണാൻ കാറിൽ പുറപ്പെട്ട 7 പേരെ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ കൊലപ്പെടുത്തിയതിൽ ആഗോള പ്രതിഷേധം ശക്തമാണ്. ഹമാസും ഇസ്രയേലും തമ്മിലെ ചർച്ചകൾക്ക് നേരിട്ടും അല്ലാതെയും നേതൃത്വം നൽകുന്ന ഇസ്മയിൽ ഹനിയുടെ 3 മക്കളെയും 4 പേരക്കുട്ടികളെയുമാണ് ഇസ്രയേൽ ബോംബറുകൾ വധിച്ചു കളഞ്ഞത്. ഇതോടെ ഇത് ഇസ്രയേലുമായുള്ള സമാധാന ചർച്ചകൾക്ക് തുരങ്കം വയ്ക്കാനാണെന്ന ആശങ്കയാണ് ഉയരുന്നത്. കെയ്റോയിൽ ഇപ്പോഴും തുടരുന്ന വെടിനിർത്തൽ ചർച്ചകൾ വിജയം കാണരുതെന്ന് ഇസ്രയേലിൽ ഒരു വിഭാഗം തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഹമാസിലെ ചിലർ തന്നെ പറയുന്നു. ഹനിയയെ പ്രകോപിപ്പിച്ചാൽ ഹമാസ് പിൻവലിയുമെന്നും അതുവഴി പിന്മാറ്റം അവരുടെ തലയിൽ വെച്ചുകെട്ടാമെന്നുമാണ് വലിയ നേട്ടം. അതിനേറ്റവും എളുപ്പമുള്ള വഴിയെന്ന നിലയ്ക്കാണ് പെരുന്നാൾ ദിനം തിരഞ്ഞുപിടിച്ച് ഹനിയയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇല്ലാതാക്കിയതെന്നാണ് വിലയിരുത്തൽ. ഹനിയയുടെ 3 മക്കൾ ഹമാസ് അനുകൂലികളും അതിൽ പ്രവർത്തിക്കുന്നവരുമാണെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നുണ്ടെങ്കിലും ഏതു തരത്തിൽ അവർ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതിന് തെളിവുമില്ല, ഉത്തരവുമില്ല. 4 പിഞ്ചു മക്കളുടെ ജീവനെടുത്തതിനെക്കുറിച്ച് മിണ്ടുന്നുമില്ല. ഹനിയയുടെ മക്കളെ ആക്രമിച്ചത് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും അടക്കം പ്രമുഖർ അറിയാതെയാണെന്നും രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻ ബെത്തിന്റെ ആസൂത്രണമായിരുന്നുവെന്നും ചില ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ റഫയിലെ ആക്രമണത്തിന് തീയതി കുറിച്ചു കഴിഞ്ഞുവെന്ന് കഴിഞ്ഞ ദിവസവും പ്രഖ്യാപിച്ച നെതന്യാഹു അറിയാതെ ഈ കൊലപാതകങ്ങൾ നടക്കില്ല എന്ന് പകൽ പോലെ വ്യക്തവുമാണ്. പെരുന്നാൾ ദിനത്തിലും തൊട്ടടുത്ത ദിവസങ്ങളിലും സിവിലിയൻ കേന്ദ്രങ്ങളിൽ വൻ കുരുതിയാണ് ഇസ്രയേൽ നടത്തിയത്. നുസൈറാത്ത്, അൽഷാത്തി അഭയാർത്ഥി ക്യാമ്പുകളിൽ നിരവധി പേരെ വധിച്ച ഇസ്രയേൽ ബോംബറുകൾ ഏറ്റവും കൂടുതൽ പേർ വസിക്കുന്ന റഫയിലും വ്യാപക ബോംബിംഗ് ആണ് നടത്തിയത്. വടക്കൻ ഗാസയിലേക്ക് പലസ്തീനികളുടെ മടക്കം ഇനി ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് ഇസ്രയേൽ നിലപാട്. ഇതിനിടെ ഇസ്രയേലിനിട്ട് പണി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഹമാസുകൾ. ഇസ്രയേൽ സുരക്ഷാ മന്ത്രാലയത്തിലെ വിവരങ്ങൾ ഹാക്ക് ചെയ്തതായി അവകാശപ്പെട്ട് സൈബർ ഗ്രൂപ്പ് NET ഹണ്ടർ രംഗത്തെത്തി. പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം തങ്ങളുടെ കൈവശമുള്ള രേഖകൾ ലോകത്തിനു മുന്നിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുമെന്നും ഹാക്കർമാർ മുന്നറിയിപ്പ് നൽകി. ടെലഗ്രാം ചാനലിലെ വീഡിയോയിലൂടെയാണ് സംഘം മുന്നറിയിപ്പ് നൽകിയത്. കൂടാതെ ഇവരുടെ കൈവശമുള്ള രേഖകളുടെ ചില ഭാഗങ്ങളും ഇതിൽ പങ്കുവച്ചു.